Hi guys, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്സുമായാണ്. പല ആളുകളുടെയും ഒരു പരാതി എന്ന് പറയുന്നത് പാർട്ട്ണർ നന്നായി സംസാരിക്കാറില്ല, അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് കറക്റ്റായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എന്ന രീതിയിലൊക്കെ പലരും പറയാറുണ്ട്. സോ ഇന്ന് പറയാൻ പോകുന്ന ഈ ടിപ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തൊക്കെയാണ് ഈ ടിപ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങളോടൊപ്പമുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ സേഫ് ആണ് എന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളടുത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ പാർട്ട്ണർ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിൽ സുരക്ഷിതമായിരിക്കും എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ പാർട്ട്ണറോട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളടുത്ത് പറഞ്ഞെന്ന് വിചാരിക്കുക. എന്നാൽ അതേ കാര്യം പിന്നീട് അവരെ കളിയാക്കാനുള്ള ഒരു ഓപ്ഷനായി കണ്ടെത്തി അത് കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സേഫ് ആണ് എന്ന് അവർക്ക് തോന്നില്ല. പിന്നീട് ഇങ്ങനെ നിരന്തരം സംഭവിക്കുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നമ്മുടെ പാർട്ട്ണർ നമ്മളോട് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിൽ സുരക്ഷിതമായിരിക്കും എന്നുള്ള ഒരു തോന്നൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. രണ്ടാമതായി, അവർക്ക് ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒരുപാടുണ്ടായിരിക്കും, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ട്രൈ ചെയ്യുക. ഇത് അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവരെ അനുവദിക്കുന്ന, അല്ലെങ്കിൽ അവർ പോലും അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമായി മാറും. ഉദാഹരണത്തിന്, നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നമ്മളത് നോട്ടീസ് ചെയ്യാറുണ്ട്. അവരെന്തെങ്കിലും ഒരു പുതിയ അപ്ഡേഷൻ നമുക്ക് നൽകുമോ, അല്ലെങ്കിൽ ഒരു പുതിയ അറിവ് നമുക്ക് കിട്ടുമോ എന്നുള്ള ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു മനോഭാവത്തിൽ നമ്മളത് ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അവർക്ക് താല്പര്യമുള്ള ഒരുപാട് ടോപ്പിക്സുകൾ ഉണ്ടായിരിക്കും, ആ ടോപ്പിക്കുകളെ കുറിച്ചിട്ട് സംസാരിക്കാൻ ഒന്ന് മുൻകൈ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ മുൻകൈ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവരെന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ അവർ നിങ്ങളോട് തുറന്നു പറയും എന്നുള്ളത് ഷുവറാണ്. സോ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമതായി, ഞാൻ, നീ, അല്ലെങ്കിൽ എൻ്റെ, നിന്റെ, എനിക്ക്, നിനക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ ട്രൈ ചെയ്യണം. അങ്ങനെ വി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറി തുടങ്ങുന്ന സമയത്ത് തീർച്ചയായും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ നമുക്കത് നേടണം, നമുക്ക് അങ്ങനെ ചെയ്യണം, ലൈക്ക് ഇങ്ങനെ നമ്മൾ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങളുടെ പാർട്ട്ണർ തീർച്ചയായും നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇനി ഫോർത്തായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഒരുപാട് ലവ് ലാംഗ്വേജസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ലവ് ലാംഗ്വേജ് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുണ്ടെങ്കിൽ അത് തീർച്ചയായും എക്സ്പ്രസ് ചെയ്യുക. ഒരിക്കലും അത് സപ്രസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യുക. ചില ആളുകൾക്ക് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുക. ഇനി അതല്ല, ചില ആളുകൾക്ക് ടച്ച് ചെയ്യാനൊക്കെ ആയിരിക്കും, ഹഗ് ചെയ്യാൻ അല്ലെങ്കിൽ കിസ് ചെയ്യാൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പാർട്ട്ണറെ അറിയിക്കാൻ കഴിയും. സോ ഏതെങ്കിലും ഒരു ലവ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്നേഹം തീർച്ചയായും നിങ്ങളുടെ പാർട്ട്ണറെ അറിയിക്കുക. ഇങ്ങനെ ഒരു നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് ആ ടുവേർഡ്സ് ദാറ്റ് പേഴ്സൺ, അത് മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് കഴിയുമ്പോൾ തീർച്ചയായും ആ വ്യക്തി നിങ്ങളടുത്ത് മനസ്സ് തുറക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇനി അവസാനമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, നിങ്ങളുടെ പാർട്ട്ണറെ ഒരു ഹസ്ബൻഡ്, വൈഫ് എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം നിങ്ങൾ സ്വയം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അവരിൽ ചാർത്തി കൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനും, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും, ഒരുമിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. മാത്രമല്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും തുറന്നു പറയുക. ഒരു പക്ഷേ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, നമ്മുടെ അച്ഛൻ, അമ്മ ഇവരോടൊന്നും പറയാത്ത പല കാര്യങ്ങളും നമ്മൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുന്നുണ്ടാവും.
സോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നൊരു തോന്നലിലേക്ക്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുമായിട്ട് മനസ്സ് തുറക്കും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പാർട്ട്ണർ മനസ്സ് തുറക്കുന്നില്ല, മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല, ഇങ്ങനെയുള്ള പരാതികളൊക്കെ ലൈഫിൽ നിന്നും എടുത്തു കളയാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. സോ ഈ ടിപ്സ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ആദ്യമായാണ് യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്